KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണം. പിന്നെ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് അനുവദിക്കുക. വിദ്യാർത്ഥികളായിട്ടുള്ള അവരുടെ പ്രായം നോക്കാൻ പാടില്ല, ഏത് വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കുക. തീർച്ചയായിട്ടും വലിയൊരു സമരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. വലിയൊരു പ്രക്ഷോഭമായിട്ട് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കമ്മിറ്റി ഉൾപ്പെടെ എത്തിയത്. അപ്പോൾ വട്ടിയൂർക്കാരിൽ നിന്ന് ഏകദേശം മരുന്നുകുഴി എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നു. ആ സമയമാണ് മുഖ്യമന്ത്രി പ്രിയദർശിനി ബസ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻസ് അസോസിയേഷൻ ഇതിനെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. അദ്ദേഹം പ്രസ്താവന സത്യം പറഞ്ഞാല് നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് ഞങ്ങൾ വളരെയധികം സന്തോഷമാണ് പറയാം ഞങ്ങൾ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധ പരിപാടി അതെന്ന് പറഞ്ഞാൽ വലിയ പ്രതിഷേധമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ബസ് തടയുക, പ്രിയദർശിനി ബസ് തടയുക, ആ ബസ്സിൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക, ഞങ്ങൾ അനൗൺസ് അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. കാര്യം ഞങ്ങളുടെ നിലപാടെ പെട്ടെന്ന് മാറ്റേണ്ടി വന്നു. കാരണം ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തോട് ഭയങ്കര ആദരവ് തോന്നി, അദ്ദേഹത്തെ പൊന്നാട എണീച്ച് സ്വീകരിക്കാൻ തോന്നി. കൊടുക്കും, ഒരുപക്ഷെ കൊടുക്കുകയാണെങ്കിൽ പൊന്നാട എണീച്ച് തന്നെ ആദരിക്കും അദ്ദേഹത്തെ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായതിൽ നമുക്ക് കിട്ടിയതിൽ മലയാളികൾക്ക് അഭിമാനിക്കാം. അദ്ദേഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുമെന്ന്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധം മൊത്തത്തിൽ മാറ്റിയിട്ട് ഞങ്ങളുടെ പ്രതിഷേധക്കാരെ മൊത്തം ഇവിടെ നിന്ന് മാറ്റി കമ്മിറ്റി അംഗങ്ങൾ മാത്രം ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം മാത്രം മുന്നിലോട്ട് വച്ചു. ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ മെൻസ് കമ്മീഷൻ ഇവിടെ കൊണ്ടുവരണം. KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണം. പിന്നെ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് അനുവദിക്കുക. വിദ്യാർത്ഥികളായിട്ടുള്ള അവരുടെ പ്രായം നോക്കാൻ പാടില്ല, ഏത് വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കുക. സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കാം. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കാം. അല്ലാതെ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഗവൺമെന്റ് എംപ്ലോയീസിനും IT മേഖലയിലുള്ളവർക്കും മറ്റിതര മേഖലയിലുള്ള സ്ത്രീകൾ പണിയെടുക്കാതെ ഇവിടെ ജീവിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം പേര് പണിയെടുക്കുകയാണ്, നല്ല സാലറി വാങ്ങുന്നുണ്ട്. അവർക്ക് എന്തിനാണ് ഫ്രീ ടിക്കറ്റ്? അങ്ങനെയുള്ളവർ കൊടുക്കാൻ ഞങ്ങൾക്ക് യോജിപ്പില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള അവർക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കട്ടെ. അത് മെൻസ് അസോസിയേഷൻ സ്വാഗതം ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഈ സമരം മാറ്റം അത് പ്രവർത്തകർ എങ്ങനെയാണ് അത് സ്വീകരിച്ചത്? മുഖ്യമന്ത്രി അത് പറഞ്ഞു എന്നൊരു ഒറ്റ കാരണത്താൽ മാറ്റുമ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പൊന്നും ഉണ്ടായില്ല? തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ്. ഞാൻ അപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നപ്പോൾ തന്നെ ആ വീഡിയോ എടുത്ത് ഞാൻ നേരെ നമ്മുടെ പേജിലിട്ടിട്ട് എല്ലാവരും അവിടെ പോയി പേജിൽ നമ്മുടെ ആ വീഡിയോ കാണുക. കാര്യം ഞാൻ തിരക്കിലാണ്. വീഡിയോ കണ്ടു, എല്ലാവരും തൃപ്തരാണ്. നമുക്ക് ആവശ്യം എന്താണ്? നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെ? അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ, ഈ സർക്കാരിനെതിരെ നമ്മൾ എന്തിനെ പ്രതികരിക്കണം? ഈ കഴിഞ്ഞ 20 വർഷമാകുകയാണ് നമ്മുടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു നേതാവിനെ കണ്ടിട്ടില്ല. വട്ടിയൂർക്കാവിലെ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അവിടുത്തെ MLA വിളിച്ചിട്ട് അയാൾ വരില്ല എന്ന് പോലും പറയാതെ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ തേച്ചൊട്ടിച്ചു. അതിനേക്കാൾ എത്രയോ മാന്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി. മറ്റേ മേയർ ബ്രോ എന്നറിയപ്പെട്ട ഒരു ബ്രോയാണ് തേച്ചത്. അയാൾക്ക് വേണ്ടിയിട്ട് CPM പ്രവർത്തകനായിട്ടുള്ള ഞാൻ ഒരുപാട് ത്യാഗം ചെയ്തു അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ. അത് ബൈ ഇലക്ഷനിലായിക്കോട്ടെ, പിന്നീടുണ്ടായ ഇലക്ഷനിലായിക്കോട്ടെ. അപ്പൊ അദ്ദേഹം ആണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് വരാൻ പറ്റില്ല, അവസാനം നിമിഷമെങ്കിലും പറയാമായിരുന്നു. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയം തന്നെ എനിക്ക് വേണ്ടാന്ന് വെച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടും താല്പര്യമില്ല, രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കണക്കാണ്. പിന്നെ ഇവിടെ UDF അധികാരത്തിൽ വന്നു. ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആര് വേണമെന്നുള്ളത് വന്നപ്പോൾ VD സതീശൻ തന്നെയാണ് വരേണ്ടതെന്ന് ഞാൻ ശക്തമായ നിലപാടെടുത്തു. പേജിൽ കൂടി ഞാൻ വീഡിയോകൾ ചെയ്തു, പോസ്റ്ററുകൾ ഇറക്കി. അത് വെറുതെ ആയില്ല, അത് കറക്റ്റായിരുന്നു തീരുമാനമെന്ന് അദ്ദേഹത്തിന്റെ നാവിൽ കൂടി അറിയാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. അതായത് ഇപ്പോ സ്ഥിരം പണിക്ക് പോകുന്നവരാണ്, ഒരു വീടിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തികളാണ്. അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് നീതി നിഷേധമായിട്ട് തോന്നുന്നു. ഞാൻ പറയുന്നത് ആർക്കും ഫ്രീ കൊടുക്കണ്ടെന്ന്. സാധാരണപ്പെട്ട ഈ ഒരു സർക്കാർ നടപടി അത് ഇവിടുത്തെ സർക്കാർ അല്ല ചെയ്തത്.
ഇവിടുത്തെ സർക്കാരിനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കോ ഇതിനോട് താല്പര്യമില്ല. രാഹുൽ ഗാന്ധി മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി പറയുന്നത് പോലെ കേരളത്തിൽ വന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കേരളത്തിന്റെ കൾച്ചർ എന്താണെന്നോ, ഇവിടുത്തെ സ്ത്രീകളുടെ മനോഭാവം എന്താണെന്നോ, ഇവിടുത്തെ പുരുഷന്മാരുടെ മനോഭാവം എന്താണെന്നോ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പഠിച്ചില്ല. മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഉള്ളതുപോലെ അല്ല ഇവിടുത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയണേ. അപ്പോൾ വിദ്യാഭ്യാസവും വിവരവും അറിവും ഉള്ളത് മലയാളികൾക്കാണ് കൂടുതൽ, മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അവിടെ ജനസംഖ്യയും കുറവാണ്, നമ്മുടെ കുഞ്ഞു കേരളവുമാണ്, അത് വേറൊരു സത്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന പാടില്ലായിരുന്നു. പിന്നെ വേറൊന്ന്, ഇവിടെ ഉണ്ടായിരുന്ന ഏറെക്കുറെ വളരെ കുറച്ച് സിറ്റി സർവീസ് ബസ്സിൽ മാത്രമേ ഇതിപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളൂ. ഒരുപക്ഷെ ഇത് തന്നെ നിന്നോളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നിൽക്കും. കാര്യം ഇത് നടത്തിക്കൊണ്ടുപോകാൻ KSRTCക്കോ നമ്മുടെ സർക്കാരിനോ ഉള്ള ഹെൽപ്പില്ല. കാര്യം മുഖ്യമന്ത്രിയാണല്ലോ ധനവകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ആ ധനവകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുകയാണ് ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്, ഖജനാവിൽ കാശില്ല എന്ന് പറയുമ്പോൾ അതല്ലേ അതിന്റെ ശരിയെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇതെങ്ങനെയാ ഫ്രീ കൊടുക്കാൻ പറ്റുന്നത്? കോടിക്കണക്കിന് രൂപയിലെ നഷ്ടം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മറിയും. അപ്പോ പിന്നെ ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു വാക്ക് മാത്രമേ നമുക്ക് വിയോജിപ്പായിട്ടുള്ളൂ. പുരുഷന്മാർക്ക് ഫ്രീ കൊടുത്താൽ ആ കാശ് ഒരിക്കലും വീട്ടിലെത്തില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം ഇതിന്റെ കൂടെ പറഞ്ഞു. അദ്ദേഹം അത് തിരുത്തുമെന്ന് കരുതുന്നു. കാരണം പുരുഷന്മാരാണ് കുടുംബം നോക്കുന്നത്. ബഹുഭൂരിപക്ഷം പേരുടെ സ്ത്രീകളുടെ കയ്യിലും കാശ് വന്നാൽ അവർ കുടുംബം നോക്കുകയല്ല ചെയ്യുന്നത്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. കാര്യം ലിപ്സ്റ്റിക്ക് വാങ്ങുക, നെയിം പോളിഷ് ചെയ്യുക, അല്ലാതെ ഭർത്താവിനെയും മക്കളെയും നോക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? വളരെ തുലവും കുറവാണ്. അപ്പൊ പുരുഷന്മാർ തന്നെയാണ് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ നിന്നാൽ പോലും അത് കഴിക്കാതെ, ഒരു ചായ പോലും കുടിക്കാതെ വീട്ടിൽ വന്ന് കുടിക്കുക, അത് ഭാര്യയും മക്കൾക്കും അത് ഉപകാരപ്പെടുമെന്ന് കണ്ട് വരുന്നവരാണ് പുരുഷന്മാർ. ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയുള്ള പുരുഷന്മാരാണ്. ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി മദ്യപിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മദ്യപിക്കുന്നവരുടെ മനസ്സറിയാൻ പാടില്ലാത്തതാ. ഈ മദ്യപിക്കുന്നവരെന്ന് പറയുമ്പോൾ പകലന്തിയോളം പണിയെടുത്ത് നടുവൊടിഞ്ഞിട്ട് അവരൊക്കെ ഒന്ന് വീട്ടിൽ വരുന്നത്. അപ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയില്ലേ? അതിനെ എങ്ങനെ ഉപദ്രവിക്കുന്നവന് ചിലരൊക്കെ അതിന്റെ കാരണം ഉണ്ടാവാം. ചിലര് അവരെ ആ രീതിയിൽ ഭാര്യമാരെത്തിച്ചതായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് പേര് ഈ പറയുന്ന സാധനം ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അതിൽ ഹരം കണ്ടവരുണ്ട്. പക്ഷെ അത് കുറെ മുൻപേ അല്ലേ, നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ടോ? എങ്കിലും ഒരു പരാതി കൊടുത്താൽ അപ്പോഴകത്താം. അപ്പൊ പിന്നെ അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടായിരിക്കും, അപൂർവമായിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അത് നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ കൂടുതൽ പേരും കുടുംബം നോക്കുന്നവരാണ്. അതുകൊണ്ടാണ് മണിമാളികൾ വയ്ക്കുവാനും കാറുകൾ, അവരുടെ വീടിന്റെ കാർ പോർച്ചിൽ കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ ഇരിക്കുന്നത് മദ്യവെച്ച് പൈസ കളയാതെ സേവിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് അറിയിച്ചിരുന്ന പ്രതിഷേധം സെക്രട്ടേറിയറ്റിൽ നിന്ന് കിഴക്കേക്കോട്ട വരെ അങ്ങനെയല്ല, സെക്രട്ടേറിയറ്റിനോട് ബസ് തടയുകയായിരുന്നു. പ്രിയദർശിനി ബസ്, എല്ലാ ബസ്സും അല്ല, സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റുള്ള പ്രിയദർശിനി ബസ് തടയുകയും അതിൽ ഞങ്ങൾ ടിക്കറ്റ് ഫ്രീ ആയിട്ട്, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക, പ്ലക്കാർഡ് വെച്ച് യാത്ര ചെയ്യുകയായിരുന്നു. അല്ല, ഇവിടെ സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോടുകൂടി നമ്മുടെ നിലപാട് മാറ്റിയല്ലോ. നമ്മള് കൈ കാണിച്ച് മാന്യമായിട്ട്, അത് ഞങ്ങളുടെ പ്രവർത്തകരെ ബസ്സിൽ അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് ഞാനത് ഒഴിവാക്കി. വേണ്ട, കൈ കാണിച്ച് മാന്യമായിട്ട് നിർത്തി ഞങ്ങൾ അതിൽ കയറി യാത്ര ചെയ്തു. ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്തത്. രസം എന്ന് പറഞ്ഞാല് ഇന്ന് വരെയുള്ള സമരം, ഞാൻ 20 വർഷമായി സംഘടനയുമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. വിചിത്രം എന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് വിചാരിച്ച ഇന്ന് ഒരൊറ്റ പോലീസിനെ പോലും നമ്മുടെ അടുത്ത് കണ്ടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, നമ്മുടെ മെൻസ് അസോസിയേഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, ആ നമ്മുടെ മെൻസ് അസോസിയേഷനിലെ പിള്ളേരെ തൊടണ്ടെന്ന് അവർ പറഞ്ഞു കാണും, അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടാണ് അവർ എന്താ ചെയ്തോട്ടെ എന്ന് പറഞ്ഞതിന്റെ ലൈസൻസാണ് ഞങ്ങൾക്ക് ഈ 7 അയലത്ത് പോലും ഒരു പോലീസുകാരില്ല. അതിന് ഞങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ. ഇനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മെൻസ് അസോസിയേഷന്റെ തുടർന്നുള്ള നിലപാട്, ഒരുപക്ഷെ പറ്റിയാൽ ഇന്ന് തന്നെ ഒരു നിവേദനം മുഖ്യമന്ത്രി കൊടുക്കണം. അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കണം, അല്ലെങ്കിൽ നാളെ. അതെ, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞോളൂ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഇന്ന് ഈ പ്രതിഷേധത്തിൽ വരാൻ കാരണം, നമ്മളൊക്കെ ബസ്സില് സംവരണം
പുരുഷന്മാർക്കും സീറ്റ് സംവരണം വേണം. സീറ്റ് സംവരണം വേണം. സംവരണം വേണം. പുരുഷന്മാർക്ക് സീറ്റ് ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. എവിടെ ഉണ്ടല്ലോ? അതിൽ അതിക്രമിച്ചു കൊടുക്കില്ലേ? ലേഡീസ് അവിടെ അതിക്രമിച്ചു ഇപ്പോ ഞങ്ങള് ഗണേഷ് കുമാറിന് ഒരു നിവേദനം കൊടുത്തു. അതിനുശേഷം പുള്ളി ഒരു കാര്യം ചെയ്തു, സീനിയർ സിറ്റിസൺ പുരുഷന്മാർ എന്ന് എഴുതി. അതിൽ പോലും സ്ത്രീകളെ യാത്ര ചെയ്യണം. എണീക്കില്ല കണ്ടക്ടർ പറഞ്ഞാൽ പോലും. ഞാനൊരു ദിവസം ഇവരെ എണീപ്പിച്ചു, ഞാൻ അവിടെ ഇരുന്നു. അത് ബലമായിട്ട് നടന്നിട്ടുള്ളത്. അത് വേറെ ഒരു പുരുഷന്മാരും ചെയ്യില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെൻസ് കമ്മീഷൻ ഒന്നാമത് വേണം. 2, ബസ്സിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം അനുവദിച്ചേ പറ്റൂ. പിന്നെ ഉള്ളത് വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് അനുവദിക്കുക. 60 വയസ്സിന് മേളിലുള്ള പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കുക. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്ത്രീകൾക്കുമല്ല, ഗവൺമെന്റ് എംപ്ലോയീസും IT മേഖലയിലുള്ള ഉന്നത ലക്ഷങ്ങൾ വാങ്ങുന്നവരെ ഒഴിവാക്കിയിട്ട് സാധാരണക്കിടയിലുള്ളവർക്ക് സ്ത്രീകൾക്ക് ഫ്രീ അനുവദിക്കട്ടെ, അതിന് സ്വാഗതം ചെയ്യും. അപ്പോ ഇതാണ് മെൻസ് അസോസിയേഷന്റെ ഒരു നിലപാട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ മെൻസ് അസോസിയേഷൻ സൗജന്യ യാത്രയ്ക്കെതിരെ സമര പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ വാക്കിന്മേൽ മെൻസ് അസോസിയേഷൻ അവരവരുടെ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. അത് മാത്രമല്ല നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു.